റമദാൻ വന്നാൽ നമ്മൾ പലരും അസർ കഴിഞ്ഞ് കിച്ചണിൽ തന്നെ സ്റ്റൗവിന് മുമ്പിൽ ഇഫ്താറിന് വേണ്ടി എല്ലാ ദിവസവും ഫുഡ് പ്രിപ്പറേഷന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷെ ഈ റമദാൻ നമ്മൾ ഫുഡിന് വേണ്ടി മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു മാസമല്ലല്ലോ. ഇത് നമ്മൾ അള്ളാൻ്റെ അടുത്ത് കൂടുതൽ അടുക്കാനുള്ള ഒരു മാസമാണ്. അപ്പോൾ ഈ വർഷം ഞാനൊരു പ്ലാനിങ് ആൻഡ് സോർട്ടിങ് കൈൻഡ് ഓഫ് എ തിങ് ഞാൻ ചെയ്തു. ടൈം മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ റമദാനിൽ കുറേ ടൈം ഞങ്ങൾക്ക് ഇബാദത്തിന് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. റമദാൻ വരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ റമദാനിൽ വെൽക്കം ആക്കുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾ പ്രെപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇഫ്താറിനുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ പ്രെപ്പാക്കി വെച്ചാൽ കുറേ ടൈം ഞങ്ങൾക്ക് ഇബാദത്തിന് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ റമദാൻ വരുമ്പോൾ സ്റ്റൗവിൻ്റെ മുമ്പിൽ കൂടുതലല്ലാണ്ട് ദുആയിലും ഖുർആനിലും അള്ളാൻ്റെ അടുത്ത് ഓർക്കാനും ദിക്റൊക്കെ ചെല്ലാനുള്ള സമയം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. അപ്പം ഞാൻ ചിന്തിച്ചു ഈ വർഷം ഓവറായി പ്രിപ്പയർ ഒന്നും ചെയ്യുന്നില്ല, സിമ്പിളായി 2 ഐറ്റംസ് മതിയെന്ന്. ഒന്ന് ചിക്കൻ സമോസ ആണ്, ഇന്നൊന്ന് ഷാമി കബാബും. ഇത് രണ്ട് ഞാൻ റമദാൻ ഒരു 15 days ഒക്കെ എത്തുന്നത്ര ക്വാണ്ടിറ്റിയാണ് ഞാൻ പ്രിപ്പയർ ആക്കി ഫ്രീസ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇഫ്താർ ടൈം ആകുമ്പോൾ എനിക്ക് വേഗം തന്നെ എത്രത്തോളം വേണം അത് മാത്രം എടുത്ത് ഫ്രൈ ആക്കി എടുത്താൽ കുറേ ടൈം എനിക്ക് യൂസ്ഫുൾ ആയിട്ട് സ്പെൻഡ് ആക്കാൻ പറ്റും. റമദാൻ നമ്മൾ ഓവർ ഫുഡ് ഉണ്ടാക്കാനുള്ള മാസമല്ലല്ലോ, അർത്ഥമുള്ള ഒരു ജീവിതം പഠിക്കാനുള്ള ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2 വർഷമായി ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് മീനിങ് ഫുൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. കുറവ് ഐറ്റംസ് ആയിരിക്കും, പക്ഷെ അധികം ബർക്കാണ് അതിലുണ്ടാവുക. കുറവ് സമയം കിച്ചണിൽ, അധിക സമയം അള്ളാഹുവോട് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു സമയം കണ്ടെത്താനുള്ള ഒരു പ്ലാനിങ് ആൻഡ് സോർട്ടിങ് കൈൻഡ് ഓഫ് എ തിങ്. അപ്പോൾ ഇന്നും ലേറ്റൊന്നും ആയിട്ടില്ല. റംദാൻ തുടങ്ങുകയാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഓഫ് ദ റംദാൻ തന്നെ ഇങ്ങനെ പ്രിപ്പയർ ആക്കി വെച്ചാൽ ഒരു ഫാമിലിയിലൊക്കെ ഞങ്ങൾക്ക് നിൽക്കുന്ന സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു കാര്യമായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ റംദാൻ നല്ല മീനിങ് ഫുൾ ആയിട്ട് സ്പെൻഡ് ആക്കാൻ പറ്റട്ടെ.